ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റിൻ്റെ പേരാണ് ഇന്ത്യ എൻ്റെ രാജ്യം. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട് അവർ ക്ലാസ്. തേജസിൻ്റെ സ്കൂളിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം നടക്കുകയാണ്. സാമൂഹ്യ ശാസ്ത്ര ക്ലബിൻ്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികളും ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ തേജസിൻ്റെ സ്കൂളിലെ സ്വാതന്ത്ര്യ ദിനാഘോഷമാണ്. സാമൂഹ്യ ശാസ്ത്ര ക്ലബിൻ്റെ നേതൃത്വത്തിലാണ് പരിപാടികളുള്ളത്. മേഘ ടീച്ചർ ഓരോ ഗ്രൂപ്പിനും ചുമതലകൾ നൽകി. സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട പതിപ്പ് തയ്യാറാക്കുന്ന ചുമതലയാണ് തേജസിനും കൂട്ടുകാർക്കും ലഭിച്ചത്. പതിപ്പിൽ ഉൾപ്പെടുത്തുന്നതിനുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ അവർ ഗ്രന്ഥശാല സന്ദർശിക്കാൻ തീരുമാനിച്ചു. അവരുടെ മുൻ അധ്യാപകനായ വിനയൻ മാഷാണ് ഗ്രന്ഥശാലയുടെ ലൈബ്രറിയൻ. കുട്ടികൾ മാഷിനോട് ഗ്രന്ഥശാല സന്ദർശനത്തിൻ്റെ ഉദ്ദേശം വ്യക്തമാക്കി. അപ്പോൾ തേജസിനും കൂട്ടുകാർക്കും കിട്ടിയ ജോലി എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട പതിപ്പ് തയ്യാറാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് അവർ ലൈബ്രറിയിലൊക്കെ പോയി. അപ്പോൾ അവിടെ ആരാണ് ലൈബ്രറിയനായിട്ടുള്ളത്? വിനയൻ മാഷാണ്. അപ്പോൾ മാഷിനോട് അവർ വന്ന കാര്യമൊക്കെ അവർ പറഞ്ഞു. കുട്ടികളെ, നമ്മുടെ രാജ്യം ഭരിച്ചിരുന്ന വിദേശികൾ ആരാണെന്ന് പറയാമോ? വിനയൻ മാഷ് ചോദിച്ചു. ബ്രിട്ടീഷുകാർ, ഭവ്യ ആവേശത്തോടെ പറഞ്ഞു. അപ്പോൾ വിനയൻ മാഷ് ചോദിക്കുകയാണ്, നമ്മുടെ രാജ്യം ഭരിച്ചിരുന്ന വിദേശികൾ, നമ്മുടെ രാജ്യത്ത് അല്ലാത്ത മറ്റുള്ള രാജ്യക്കാരാണ് വിദേശികൾ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ ഭവ്യ പറഞ്ഞു ബ്രിട്ടീഷുകാരാണ് എന്ന്. മിടുക്കി. ആട്ടെ, എങ്ങനെയാണ് അവർ നമ്മുടെ അധികാരികളായി മാറിയതെന്ന് നിങ്ങൾക്കറിയാമോ? കുട്ടികൾ അറിയില്ലെന്ന മട്ടിൽ പരസ്പരം നോക്കി. മാഷ് ഗ്രന്ഥശാലയിൽ നിന്നൊരു ചിത്രകഥാ പുസ്തകം അവർക്ക് വായിക്കാനായി നൽകി. കൂട്ടുകാർ താല്പര്യത്തോടെ പുസ്തകം വായിച്ചു തുടങ്ങി. അപ്പോൾ എങ്ങനെയാണ് ബ്രിട്ടീഷുകാർ നമ്മളെ ഭരിക്കാൻ ഇവിടെ വന്നത് എന്ന് നിങ്ങൾക്കറിയാമോ എന്ന് മാഷ് ചോദിച്ചപ്പോൾ അവർക്കറിയില്ല എന്ന് പറഞ്ഞു, അല്ലേ? അപ്പോൾ മാഷ് ഗ്രന്ഥശാലയിൽ നിന്നൊരു ചിത്രകഥാ പുസ്തകം അവർക്ക് വായിക്കാനായിട്ട് കൊടുത്തു. അപ്പോൾ അവരത് വായിക്കാനായിട്ട് തുടങ്ങി. ഒന്നാമത്തേത് നോക്കൂ, ചിത്രം. ഏലം, കുരുമുളക് തുടങ്ങിയ സുഗന്ധദ്രവ്യങ്ങളും പട്ട്, പരുത്തി തുടങ്ങിയ തുണിത്തരങ്ങളും വാങ്ങുന്നതിനായാണ് വിദേശികൾ കപ്പലുകളിൽ ആദ്യമായി ഇന്ത്യയിലെത്തിയത്. അപ്പോൾ ആദ്യമായി വിദേശികൾ ഇന്ത്യയിലെത്തിയത് എന്തിനാണ്? ഏലം, കുരുമുളക് തുടങ്ങിയ സുഗന്ധദ്രവ്യങ്ങൾ, അതുപോലെ തന്നെ പട്ട്, പരുത്തി തുടങ്ങിയ തുണിത്തരങ്ങൾ, ഇവയൊക്കെ വാങ്ങുന്നതിനായിട്ടാണ് അവരിവിടെ എത്തിയത്. പതിയെ പതിയെ അവർ രാജാക്കന്മാരിൽ നിന്ന് പ്രത്യേക ആനുകൂല്യങ്ങൾ നേടിയെടുത്ത് ഇവിടെ വ്യവസായശാലകൾ സ്ഥാപിച്ചു. അപ്പോൾ പണ്ട് നമ്മുടെ നാട്ടിൽ രാജാക്കന്മാരായിരുന്നു, അല്ലേ? അപ്പോൾ പതുക്കെ പതുക്കെ അവർ ഇവിടെ നിന്ന് പല ആനുകൂല്യങ്ങളും നേടിയെടുത്ത് ഇവിടെ വ്യവസായശാലകൾ സ്ഥാപിച്ചു. ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിലെ രാജാക്കന്മാർ പരസ്പരം ശത്രുക്കളായി പോരടിച്ചു നിന്നിരുന്നതിനാൽ വിദേശികൾക്ക് എളുപ്പത്തിൽ അവരുടെ ശക്തി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. അതായത് ഇന്ത്യയിൽ തന്നെ പല രാജാക്കന്മാരും ഉണ്ടായിരുന്നു, അവർ പരസ്പരം ശത്രുക്കളായിരുന്നു. അപ്പോൾ ആ ഒരു അവസരം മുതലെടുത്ത് വിദേശികൾ എന്തു ചെയ്തു? നമ്മുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാനായിട്ട് തുടങ്ങി. പീരങ്കി, തോക്ക് തുടങ്ങിയ മെച്ചപ്പെട്ട ആയുധങ്ങളും യുദ്ധതന്ത്രങ്ങളും ഉപയോഗിച്ച് നാട്ടുകാരെ അവർ വരുതിയിലാക്കി. അപ്പോൾ വിദേശികളായിരുന്നതുകൊണ്ട് അവരുടെ കയ്യിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? പീരങ്കി, തോക്ക് തുടങ്ങിയ മെച്ചപ്പെട്ട ആയുധങ്ങൾ അവരുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് നാട്ടുകാരെ അവരുടെ കീഴിലാക്കാൻ എളുപ്പമായിരുന്നു. ക്രമേണ കൃഷിയും കച്ചവടവും രാജാക്കന്മാരും അവരുടെ നിയന്ത്രണത്തിലായി. നാട്ടുരാജ്യങ്ങൾ അവർ പിടിച്ചെടുത്തു. അങ്ങനെ പോകെ പോകെ കൃഷിയും അതുപോലെ തന്നെ കച്ചവടവും ഈ തമ്മിൽ തല്ലിയിരുന്ന രാജാക്കന്മാരും എല്ലാം അവരുടെ നിയന്ത്രണത്തിലായി. നാട്ടുരാജ്യങ്ങൾ അവർ പിടിച്ചെടുത്തു. കാലങ്ങൾ കൊണ്ട് ഇന്ത്യയുടെ മുഴുവൻ പ്രദേശങ്ങളിലും ബ്രിട്ടീഷുകാർ ആധിപത്യം നേടി. പിന്നീടുള്ള 200 വർഷം ഇന്ത്യ അവരുടെ അധീനതയിലായിരുന്നു. അങ്ങനെ കാലങ്ങൾ പോകെ പോകെ ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളും ബ്രിട്ടീഷുകാർ ആധിപത്യം നേടി അവർ ഭരിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ 200ഓളം വർഷം ഇന്ത്യ അവരാണ് ഭരിച്ചത്. ചിത്രകഥ വായിച്ചല്ലോ, ഇനി എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയൂ, മാഷ് തുടർന്നു. മാഷിൻ്റെ ചോദ്യങ്ങൾക്ക് നിങ്ങളും ഉത്തരം കണ്ടെത്തൂ. വിദേശികൾ ഇന്ത്യയിലെത്തിയത് എന്തിനു വേണ്ടിയായിരുന്നു? ഏലം, കുരുമുളക് തുടങ്ങിയ സുഗന്ധവ്യഞ്ജനങ്ങളും പട്ട്, പരുത്തി തുടങ്ങിയ തുണിത്തരങ്ങളും വാങ്ങുന്നതിനായാണ് വിദേശികൾ ഇന്ത്യയിലെത്തിയത്. രണ്ടാമത്തെ ചോദ്യം, വിദേശികൾക്ക് എളുപ്പത്തിൽ ഇന്ത്യയിൽ അധികാരം സ്ഥാപിക്കാൻ കഴിഞ്ഞത് എങ്ങനെയാണ്? ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിലെ രാജാക്കന്മാർ തമ്മിലുള്ള ശത്രുത മുതലെടുത്ത്.
മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷുകാരുമായുള്ള പോരാട്ടത്തിൽ ഇന്ത്യക്കാർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നത് എന്തുകൊണ്ട്? പീരങ്കി, തോക്ക് തുടങ്ങിയ യുദ്ധസാമഗ്രികളും യുദ്ധതന്ത്രങ്ങളും ഉള്ളതുകൊണ്ട്. ബ്രിട്ടീഷുകാർക്കെതിരായ പോരാട്ടങ്ങൾ. ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ വളരെയധികം പ്രയാസം അനുഭവിച്ചു അല്ലേ മാഷേ? നീന ചോദിച്ചു. അതെ, പൊറുതിമുട്ടിയ ജനം വിവിധ സ്ഥലങ്ങളിൽ ബ്രിട്ടീഷുകാർക്കെതിരായി സമരങ്ങൾക്ക് തുടക്കമിട്ടു. നിയമങ്ങൾ ലംഘിച്ചും നിസ്സഹകരണം പ്രഖ്യാപിച്ചും ജാഥകൾ സംഘടിപ്പിച്ചും അവർ പ്രതിഷേധിച്ചു. ഇത്തരം പ്രതിഷേധങ്ങളല്ലേ മാഷേ സ്വാതന്ത്ര്യ സമരം എന്ന പേരിൽ അറിയപ്പെടുന്നത്? ഉടൻ വന്നു നവീനിൻ്റെ സംശയം. മിടുക്കൻ! മാഷ് നവീനിനെ തോളിൽ തട്ടി അഭിനന്ദിച്ചു. ഇനി നമുക്ക് സ്വാതന്ത്ര്യ സമരത്തിലെ ചില പ്രധാന സംഭവങ്ങൾ പരിചയപ്പെടാം. മാഷ് അലമാരയിൽ നിന്ന് ഒരു പുസ്തകമെടുത്ത് കുട്ടികൾക്ക് നൽകി. പുസ്തകത്തിൽ നിന്ന് കുട്ടികൾ ശേഖരിച്ച വിവരങ്ങൾ വായിക്കൂ. അപ്പോൾ എന്താണ് പറയുന്നത്? ബ്രിട്ടീഷുകാരുടെ ഭരണം തുടങ്ങി. അപ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾ ഒരുപാട് വലഞ്ഞു അല്ലേ എന്നാണ് നീന ചോദിക്കുന്നത്. അപ്പോൾ മാഷ് പറയുകയാണ്, അതെ, പൊറുതിമുട്ടിയ ജനം ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് സമരങ്ങളും അതുപോലെ തന്നെ നിയമങ്ങൾ ലംഘിച്ചും നിസ്സഹകരണം പ്രഖ്യാപിച്ചും ജാഥകൾ സംഘടിപ്പിച്ചുമൊക്കെ പ്രതിഷേധിച്ചു. അപ്പോൾ ഇത്തരം പ്രതിഷേധങ്ങളല്ലേ സ്വാതന്ത്ര്യ സമരം എന്ന് അറിയപ്പെടുന്നത് എന്നാണ് നവീനിൻ്റെ സംശയം. അപ്പോൾ മാഷ് പറയുകയാണ്, മിടുക്കൻ! അങ്ങനെ തന്നെയാണ് അല്ലേ, ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് നടന്ന പല സമരങ്ങളും അതുപോലെ തന്നെ പ്രതിഷേധങ്ങളുമൊക്കെയാണ് സ്വാതന്ത്ര്യ സമരം എന്ന് അറിയപ്പെടുന്നത്. ഉപ്പ് സത്യാഗ്രഹം 1930. 1930 ഉപ്പ് സത്യാഗ്രഹം നടന്നത്. വർഷം മറക്കരുത്. അക്കാലത്ത് കടൽ വെള്ളം വറ്റിച്ച് ഉപ്പുണ്ടാക്കുന്ന ജോലിയിൽ ധാരാളം ഇന്ത്യക്കാർ ഏർപ്പെട്ടിരുന്നു. ക്രൂരരായ ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഇന്ത്യക്കാർ ഉപ്പെടുക്കുന്നതിന് നികുതി, പ്രത്യേക തുക അടയ്ക്കണമെന്ന് പ്രഖ്യാപിച്ചു. നികുതി കൊടുക്കാതെ ഉപ്പ് കുറുക്കുന്നവരെ തടങ്കലിലാക്കി. ഇതിനെതിരെ ഗാന്ധിജി ജനങ്ങളെ സംഘടിപ്പിച്ചു. ഗാന്ധിജിയുടെ സബർമതി ആശ്രമത്തിൽ നിന്ന് വളരെ അകലെയുള്ള ദണ്ഡി കടപ്പുറത്തേക്ക് ജാഥയായി അവർ നീങ്ങി. നിങ്ങൾക്കറിയാം അല്ലേ, കടലിൽ വെള്ളത്തിൽ നിന്നാണ് ഉപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കടൽ വെള്ളം കുറുക്കിയാണ് ഉപ്പുണ്ടാക്കുന്നത്. അതിൽ ഒരുപാട് ഇന്ത്യക്കാർ ജോലി ചെയ്തിരുന്നു. പക്ഷേ ബ്രിട്ടീഷ് ഭരണാധികാരികൾ എന്താണ് പറഞ്ഞത്? ഇങ്ങനെ ചെയ്യുന്നതിന് ഒരു പ്രത്യേക തുക നികുതി അടയ്ക്കണമെന്ന്. അങ്ങനെ നികുതി കൊടുക്കാത്തവരെ അവർ ജയിലിലാക്കി, തടങ്കലിലാക്കി എന്ന് പറഞ്ഞാൽ ജയിലിലിട്ടു. ഇതിനെതിരെ ഗാന്ധിജി ജനങ്ങളെ സംഘടിപ്പിച്ചു. അവർ സബർമതി ആശ്രമം, ഗാന്ധിജിയുടെ ആശ്രമമാണ് സബർമതി ആശ്രമം, അതിൽ നിന്ന് ദണ്ഡി കടപ്പുറത്തേക്ക് ജാഥയായി അവർ നീങ്ങി. കടലിൽ നിന്ന് ഒരു പിടി ഉപ്പ് വാരിയെടുത്ത് ഗാന്ധിജി പറഞ്ഞു, ഉപ്പ് പിടിച്ച ഈ കൈകൾ തകർക്കപ്പെട്ടാലും ഉപ്പ് വിട്ടുകൊടുക്കില്ല. ഉപ്പ് സത്യാഗ്രഹത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ടീച്ചറിൻ്റെ സഹായത്തോടെ കണ്ടെത്തും. അപ്പോൾ ഗാന്ധിജി എന്താണ് പറഞ്ഞത്? ഉപ്പ് പിടിച്ച ഈ കൈകൾ തകർക്കപ്പെട്ടാലും ഉപ്പ് വിട്ടുകൊടുക്കില്ല എന്നാണ് ഗാന്ധിജി പറഞ്ഞത്. ഉപ്പ് സത്യാഗ്രഹം സംഘടിപ്പിച്ച തീയതിയും സ്ഥലവും ഏതാണ്? അതുപോലെ തന്നെ ഗാന്ധിജിയുടെ നേതൃത്വം, ദണ്ഡി യാത്ര, ഇതിനെയൊക്കെക്കുറിച്ച് എഴുതണം. 1930 ദണ്ഡി യാത്ര മാർച്ച് 12 ടു ഏപ്രിൽ 6 എന്നാണ് തുടങ്ങിയത്. മാർച്ച് 12 തുടങ്ങി ഏപ്രിൽ 6 അവസാനിച്ചത്. 1930 സബർമതി ആശ്രമത്തിൽ നിന്ന് അനുയായികൾക്കൊപ്പം ദണ്ഡി കടപ്പുറത്തേക്ക് ഗാന്ധിജി നടത്തിയ സമരയാത്ര. ഏപ്രിൽ 6 നിയമം മറികടന്ന് ദണ്ഡിയിൽ അവർ ഉപ്പ് കുറുക്കി. ഇതാണ് ഉപ്പ് സത്യാഗ്രഹം. ക്വിറ്റ് ഇന്ത്യ സമരം 1942. തുടർന്ന് മാഷ് ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ഡയറിക്കുറിപ്പ് കൂടി കുട്ടികൾക്ക് പരിചയപ്പെടുത്തി. 1942 ഓഗസ്റ്റ് 8. സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ എനിക്ക് ഏറ്റവും ആവേശവും ഊർജവും ലഭിച്ച ദിനമായിരുന്നു ഇന്ന്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ബോംബെ സമ്മേളനത്തിൽ ഇന്ന് ഞാൻ പങ്കെടുത്തു. സമ്മേളനത്തിൽ വെച്ച് ക്വിറ്റ് ഇന്ത്യ എന്ന ആവശ്യം അവതരിക്കപ്പെട്ടു. ഇന്ത്യ വിടുക എന്നാണത്രേ ഈ മുദ്രാവാക്യത്തിൻ്റെ അർത്ഥം. സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള ഏറ്റവും അതിശക്തിയാർന്ന സമരമായിരിക്കണം ഇതെന്ന് ഗാന്ധിജി ഞങ്ങളെ ഓർമ്മിപ്പിച്ചു. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ബാപ്പുജി എല്ലാവരോടും ആഹ്വാനം ചെയ്തു. ഇതു കേട്ട ഞാൻ അറിയാതെ എഴുന്നേറ്റ് നിന്ന് മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിച്ചുപോയി, ക്വിറ്റ് ഇന്ത്യ, ക്വിറ്റ് ഇന്ത്യ. ഗാന്ധിജിയുടെ ആഹ്വാനമനുസരിച്ച് ആയിരങ്ങൾ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടാകുമല്ലോ മാഷേ.
തേജസ് ചോദിച്ചു. തേജസ് എന്താണ് ചോദിച്ചത്? ഒരുപാട് പേര് സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരിക്കുമല്ലോ എന്നാണ്. അപ്പോൾ മാഷ് പറയാണ്, തീർച്ചയായും ഈ സമരത്തിൻ്റെ മുദ്രാവാക്യം ഇന്ത്യയിലെങ്ങും മുഴങ്ങിക്കേട്ടു. ഇത് ജനങ്ങൾക്ക് കൂടുതൽ ശക്തി പകർന്നു. മാഷ് പറഞ്ഞു, ക്വിറ്റ് ഇന്ത്യ സമരത്തെക്കുറിച്ച് താഴെ പറയുന്ന വിവരങ്ങൾ ക്ലാസ് ലൈബ്രറിയുടെ സഹായത്തോടെ ശേഖരിച്ച് കുറിപ്പ് തയ്യാറാക്കൂ. അപ്പോൾ കുറിപ്പ് തയ്യാറാക്കേണ്ടത് ക്വിറ്റ് ഇന്ത്യ ദിനം, അതുപോലെ തന്നെ നേതൃത്വം നൽകിയവർ, സമരത്തിൻ്റെ ഫലം എന്തൊക്കെയായിരുന്നു, ഇതിനെക്കുറിച്ചാണ്. 1942 ക്വിറ്റ് ഇന്ത്യ. 1942 ഓഗസ്റ്റ് 8 അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ബോംബെ സമ്മേളനത്തിൽ ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കി. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോകുക എന്ന മുദ്രാവാക്യം രാജ്യത്ത് ഉടനീളം മുഴങ്ങി. ക്വിറ്റ് ഇന്ത്യ എന്ന ആശയം അവതരിപ്പിക്കപ്പെട്ട ഗാന്ധിജിയുടെ ദിനപത്രം ഹരിജൻ. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ INC സമ്മേളനം ബോംബെ സമ്മേളനം. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ ബോംബെ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ മൗലാന അബ്ദുൽ കലാം ആസാദ്. ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ പ്രഭാഷണം നടത്തിയത് എവിടെ വെച്ച്? മുംബൈയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്ത് വെച്ച്. ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ വിപ്ലവ നായിക എന്നറിയപ്പെടുന്നത് അരുണ ആസിഫ് അലി. ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയത് ആരെല്ലാമായിരുന്നു? അരുണ ആസിഫ് അലി, ജയപ്രകാശ് നാരായണൻ, റാം മനോഹർ ലോഹ്യ. ഗാന്ധിജി പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഡു ഓർ ഡൈ എന്ന് ആഹ്വാനം ചെയ്തത് ഏത് പ്രക്ഷോഭത്തോടനുബന്ധിച്ചാണ്? ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ സമരനായകൻ എന്നറിയപ്പെടുന്നത് ജയപ്രകാശ് നാരായണൻ. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്നറിയപ്പെടുന്നത് അരുണ ആസിഫ് അലി. സ്വാതന്ത്ര്യ സമരം കേരളത്തിലും. അപ്പോൾ കേരളത്തിലും ധാരാളം സമരങ്ങൾ നടന്നിട്ടുണ്ടാകില്ലേ മാഷേ? നവീൻ ചോദിച്ചു. ഉവ്വ്, ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള സ്വാതന്ത്ര്യ സമരങ്ങളുടെ ആവേശം കേരളത്തിലും അലയടിച്ചു. കണ്ണൂരിലെ പയ്യന്നൂർ കടപ്പുറത്തും ഉപ്പുനിയമം ലംഘിക്കപ്പെട്ടു. സമരത്തിൻ്റെ നേതാവായി പ്രവർത്തിച്ചത് K. കേളപ്പനായിരുന്നു. പിന്നീട് എല്ലാവരും അദ്ദേഹത്തെ കേരള ഗാന്ധി എന്ന് വിളിച്ചു. അപ്പോൾ കേരളത്തിലും ഉപ്പുനിയമം ലംഘിക്കപ്പെട്ടു. കണ്ണൂരിൽ പയ്യന്നൂർ കടപ്പുറത്തും ഉപ്പുനിയമം ലംഘിക്കപ്പെട്ടിട്ടുണ്ട്. അതിന് നേതൃത്വം വഹിച്ചത് K. കേളപ്പനായിരുന്നു. അദ്ദേഹമാണ് പിന്നീട് കേരള ഗാന്ധി എന്ന് അറിയപ്പെട്ടത്. കേരളത്തിൽ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത മറ്റുള്ളവർ ആരൊക്കെയായിരുന്നു മാഷേ? കുട്ടികൾക്ക് കൂടുതൽ അറിയണമെന്നായി. നൂറുകണക്കിന് പേരുണ്ട് കേട്ടോ. മാഷ് പറയാണ്, TK മാധവൻ, KP കേശവമേനോൻ, മുഹമ്മദ് അബ്ദുറഹ്മാൻ, AK ഗോപാലൻ, അക്കാമ്മ ചെറിയാൻ, കുട്ടിമാളു അമ്മ തുടങ്ങിയ അനേകം ആളുകൾ മാഷ് ഓർമ്മിച്ചെടുത്തു പറഞ്ഞു. അപ്പോൾ കുറച്ച് പേരൊന്നല്ല, ഒരുപാട് പേരുണ്ട്. എന്നാലും ഓർമ്മിക്കുന്ന ചില പേരുകളാണ് മാഷ് പറഞ്ഞത്. മാഷ് പറഞ്ഞ വിവരങ്ങളെല്ലാം കുട്ടികൾ കുറിച്ചെടുത്തു. സ്വാതന്ത്ര്യത്തിനു വേണ്ടി കേരളത്തിൽ നടന്ന പ്രധാന സമരങ്ങൾ ഏതൊക്കെയാണ് എന്ന് നിങ്ങൾ അന്വേഷിച്ചെഴുതൂ. ഒന്നാമത്തേത് മലബാർ കലാപം, ഉപ്പ് സത്യാഗ്രഹം, കയ്യൂർ സമരം, പുന്നപ്ര വയലാർ സമരം, കുറിച്യ ലഹള എന്നിവയൊക്കെയാണ്. സ്വാതന്ത്ര്യ സമര നേതാക്കൾ. മഹാത്മാഗാന്ധി. ഇന്ത്യയിലെമ്പാടുമുള്ള സ്വാതന്ത്ര്യ സമരക്കാർക്ക് പ്രചോദനമായ നേതാവ് ആരായിരുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ കുട്ടികളെ? മാഷ് ചോദിക്കുകയാണ്, ഇന്ത്യയിൽ മൊത്തം സ്വാതന്ത്ര്യ സമരക്കാർക്ക് പ്രചോദനമായ നേതാവ് ആരായിരുന്നു എന്ന് നിങ്ങൾക്കറിയുമോ എന്നാണ്. ഗാന്ധിജി. മാഷിൻ്റെ ചോദ്യവും കുട്ടികളുടെ ഉത്തരവും ഒരുമിച്ചായിരുന്നു. അപ്പോൾ എല്ലാവർക്കും അതിലൊരു സംശയമില്ല, അവർ പറഞ്ഞു ഗാന്ധിജി എന്ന്. ഗ്രന്ഥശാലയിലെ പുസ്തകങ്ങളിൽ നിന്ന് ഗാന്ധിജിയെക്കുറിച്ച് കുട്ടികൾ ശേഖരിച്ച വിവരങ്ങൾ വായിക്കൂ. ഗുജറാത്തിലെ പോർബന്തറിലാണ് ഗാന്ധിജി ജനിച്ചത്. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നായിരുന്നു യഥാർത്ഥ പേര്. ഗാന്ധിജി എവിടെയാണ് ജനിച്ചത്? ഗുജറാത്തിലെ പോർബന്തറിലാണ് ജനിച്ചത്. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നായിരുന്നു ശരിയായ പേര്. ദക്ഷിണാഫ്രിക്കയിലെ വക്കീൽ ഉദ്യോഗം ഉപേക്ഷിച്ച് തിരികെ ഇന്ത്യയിലെത്തി അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കുചേർന്നു. അപ്പോൾ അദ്ദേഹം ആരായിരുന്നു? ഒരു വക്കീലായിരുന്നു. ലളിതമായ ജീവിതവും ഉയർന്ന ചിന്തയും ഹൃദ്യമായ ഇടപെടലും കൊണ്ട് വളരെ പെട്ടെന്ന് അദ്ദേഹം ഇന്ത്യയുടെ നേതാവായി തീർന്നു. സത്യവും അഹിംസയും അദ്ദേഹത്തിൻ്റെ വാക്കിലും പ്രവൃത്തിയിലും തെളിഞ്ഞു നിന്നു. അദ്ദേഹം എങ്ങനെയുള്ള ആളായിരുന്നു? സത്യം പറയുന്ന, അഹിംസയിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരാളായിരുന്നു.
കുട്ടികൾ അദ്ദേഹത്തെ ബാപ്പുജി എന്ന് സ്നേഹത്തോടെ വിളിച്ചു. ബാപ്പുജിയുടെ അർത്ഥം അച്ഛൻ എന്നാണ്. ചമ്പാരൻ സമരം 1917, നിസ്സഹകരണ സമരം 1920, ഉപ്പ് സത്യാഗ്രഹം 1930, ക്വിറ്റ് ഇന്ത്യ സമരം 1942 തുടങ്ങിയവയ്ക്ക് അദ്ദേഹം നേതൃത്വം നൽകി. ഗാന്ധിജിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ സ്കൂൾ ലൈബ്രറിയുടെ സഹായത്തോടെ ശേഖരിച്ച് ചെറുവിവരണം തയ്യാറാക്കൂ. സംഘങ്ങളായി ഗാന്ധി പതിപ്പ് തയ്യാറാക്കൂ. അപ്പോൾ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത്? ജന്മസ്ഥലം, ജനനം, മാതാപിതാക്കൾ, ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും, ആത്മകഥ, സമരരീതി, ജീവിതരീതി, സ്വഭാവഗുണങ്ങൾ എന്നിവയൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത്. അപ്പോൾ നമുക്കത് തയ്യാറാക്കാം. ഗാന്ധിജിയോടുള്ള ബഹുമാനാർത്ഥം ഐക്യരാഷ്ട്ര സഭ ഒക്ടോബർ 2 അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ആചരിക്കുന്നു. മഹാത്മാഗാന്ധി അഥവാ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ജനനം ഒക്ടോബർ 2, 1869, പോർബന്ദർ, ഗുജറാത്ത്. പിതാവ് കരംചന്ദ് ഗാന്ധി, മാതാവ് പുത്ലിബായ്. പങ്കാളി കസ്തൂർബ ഗാന്ധി. മരണം ജനുവരി 30, 1948. അന്ത്യവിശ്രമം രാജ്ഘട്ട്. മറ്റു പേരുകൾ മഹാത്മാ ഗാന്ധിജി, ബാപ്പു, മഹാത്മാഗാന്ധി. ആത്മകഥ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. നിസ്സഹകരണ പ്രസ്ഥാനം, ക്വിറ്റ് ഇന്ത്യ സമരം, ദണ്ഡി മാർച്ച് തുടങ്ങിയ നിരവധി പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ നേതാവും വഴികാട്ടിയുമായിരുന്നു. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്ന് അദ്ദേഹം വിശേഷിപ്പിക്കപ്പെടുന്നു. അഹിംസയിലൂന്നിയ സത്യാഗ്രഹം എന്ന സമര സിദ്ധാന്തത്തിലൂടെ ലോകമെമ്പാടും ഗാന്ധി ശ്രദ്ധേയനായി. മഹത്തായ ആത്മാവ് എന്നർത്ഥം വരുന്ന മഹാത്മാ, അച്ഛൻ എന്നർത്ഥം വരുന്ന ബാപ്പു എന്നീ നാമവിശേഷണങ്ങൾ ജനഹൃദയങ്ങളിൽ അദ്ദേഹത്തിനുള്ള സാന്നിധ്യം വ്യക്തമാക്കുന്നു. ഏറ്റവും കഠിനമായ പ്രതിസന്ധി ഘട്ടങ്ങളിലും സത്യം, അഹിംസ എന്നീ മൂല്യങ്ങളിൽ അടിയുറച്ച് പ്രവർത്തിക്കാനും ജീവിതചര്യയാക്കി മാറ്റുന്നതിനും മഹാത്മാഗാന്ധി ശ്രമിച്ചു. സ്വയം നൂൽ നൂറ്റുണ്ടാക്കിയ വസ്ത്രം ധരിച്ചു. സസ്യാഹാരം മാത്രം ഭക്ഷിച്ചു. ഉപവാസം അഥവാ നിരാഹാരം ആത്മശുദ്ധീകരണത്തിനും പ്രതിഷേധത്തിനുമുള്ള ഉപാധിയാക്കി. ഇന്ത്യയുടെ പ്രകാശമാണ് ഗാന്ധിജി. ഗാന്ധിജി തെളിച്ച മാനവ സൗഹാർദ്ദമെന്ന പാതയാണ് നാം ഓരോരുത്തരും പിന്തുടരേണ്ടത്. ജവഹർലാൽ നെഹ്റു. ഇനി മറ്റൊരാളെ കൂടി പരിചയപ്പെടുത്താം. താഴെ നൽകിയിരിക്കുന്ന സൂചനകളിൽ നിന്ന് ആളെ കണ്ടെത്താമോ? വിനയൻ മാഷ് ചോദിച്ചു. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുൻനിരയിൽ ഗാന്ധിജിക്കൊപ്പം പ്രവർത്തിച്ചു. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ വിവരം പ്രഖ്യാപിച്ചത് ഇദ്ദേഹമാണ്. കുട്ടികൾ അദ്ദേഹത്തെ സ്നേഹത്തോടെ ചാച്ചാജി എന്നാണ് വിളിച്ചിരുന്നത്. എല്ലാവരും ചേർന്ന് ഉത്തരം പറഞ്ഞു. ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവിനെക്കുറിച്ചുള്ള താഴെ പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തൂ. അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. നെഹ്റുവിനെ കുട്ടികൾ വിളിച്ചിരുന്നത് എന്താണ്? ചാച്ചാജി എന്നാണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ കൂടി കണ്ടുപിടിക്കണം. നെഹ്റുവിൻ്റെ ജന്മദിനം എന്നാണ്? ഈ ദിനം ഏതു പേരിലാണ് നാം ആഘോഷിക്കുന്നത്? നവംബർ 14 ശിശുദിനം ആയിട്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത്. നെഹ്റുവിൻ്റെ ആത്മകഥയുടെ പേര് എന്ത്? സ്വാതന്ത്ര്യത്തിലേക്ക് എന്നാണ് ആത്മകഥയുടെ പേര്. കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് ജവഹർലാൽ നെഹ്റുവിനെക്കുറിച്ചൊരു പ്രസംഗം തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കൂ. സ്വാതന്ത്ര്യ സമരത്തിൽ പ്രധാന പങ്കുവഹിച്ച മറ്റു ചിലരെ കൂടി മാഷ് കുട്ടികൾക്ക് പരിചയപ്പെടുത്തി. അപ്പോൾ ഗാന്ധിജിയും നെഹ്റുവും കൂടാതെ ചില സ്വാതന്ത്ര്യ സമര സേനാനികളെ കൂടി കുട്ടികൾക്ക് മാഷ് പരിചയപ്പെടുത്തി കൊടുത്തു. ആരൊക്കെയാണത്? സുഭാഷ് ചന്ദ്രബോസ്, സർദാർ വല്ലഭായ് പട്ടേൽ, ഗോപാലകൃഷ്ണ ഗോഖലെ, സരോജിനി നായിഡു, ബാലഗംഗാധര തിലക്, ഭഗത് സിംഗ്, അരുണ ആസിഫ് അലി, ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത നേതാക്കളെ പരിചയപ്പെട്ടല്ലോ. ചുവടെ നൽകിയ വസ്തുതകളുമായി ബന്ധപ്പെട്ട നേതാക്കളെ കണ്ടെത്തി എഴുതൂ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ആദ്യ വനിത. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെട്ടു. ആരാണ് അത്? സരോജിനി നായിഡു. അടുത്തത് ബ്രിട്ടീഷുകാർക്കെതിരെ ധീരതയോടെ ആയുധമെടുത്ത് പോരാടി. 23-ാം വയസ്സിൽ തൂക്കിലേറ്റപ്പെട്ടു.
ഭഗത് സിംഗ്. മൂന്നാമത്തേത് ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ രാജ്ഞി, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വന്ധ്യവയോധിക എന്നിങ്ങനെ വിളിക്കപ്പെടുന്നു. അരുണ ആസിഫ് അലി. നാട്ടുരാജ്യങ്ങളെ ചേർത്ത് ഇന്ത്യ എന്ന രാജ്യം രൂപീകരിക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ചു. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നു. സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി. നേതാജി എന്ന് വിളിക്കപ്പെടുന്നു. നേതാജി സുഭാഷ് ചന്ദ്രബോസ്. സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ചു. ലോക്മാന്യ എന്നറിയപ്പെടുന്നു. ലോക്മാന്യ ബാലഗംഗാധര തിലക്. ഗാന്ധിജിയെ രാഷ്ട്രീയത്തിലേക്ക് നയിച്ച ഗുരു. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി എന്ന സംഘടന സ്ഥാപിച്ചു. ഗോപാലകൃഷ്ണ ഗോഖലെ. ഗാന്ധിജിയുടെ ആദർശങ്ങൾ പിന്തുടർന്നു. അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നു. ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. മറ്റു സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ചിത്രങ്ങൾ ശേഖരിച്ച് ഒരു ചുമർ പത്രിക തയ്യാറാക്കൂ. നിങ്ങളുടെ നാട്ടിൽ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ അവരുമായി അഭിമുഖം നടത്തി വിവരങ്ങൾ ശേഖരിക്കൂ. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധമുള്ള സ്ഥലങ്ങൾ നിങ്ങളുടെ പ്രദേശത്തുണ്ടോ എന്നുകൂടി അന്വേഷിച്ചറിയൂ. ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക്. വിനയൻ മാഷിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങൾ ഉൾപ്പെടുത്തി കുട്ടികൾ സ്വാതന്ത്ര്യദിന പതിപ്പ് തയ്യാറാക്കി. മേഘ ടീച്ചർ പ്രകാശനം ചെയ്ത പതിപ്പിലെ വിവരങ്ങൾ വായിക്കൂ. സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഇന്ത്യയിലെമ്പാടും നിരവധി സമരങ്ങൾ സംഘടിക്കപ്പെട്ടു. ഗാന്ധിജിയെപ്പോലുള്ള നേതാക്കളുടെ വാക്കുകൾ സമരങ്ങൾക്ക് ആവേശം പകർന്നു. ചില സമരങ്ങൾ കലാപങ്ങളായി മാറി. നിരവധി ആളുകൾ ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുത്ത് പോരാടി. അവരിൽ കൂടുതൽ പേർക്കും ജീവൻ നഷ്ടമായി. കലാപങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആയുധമെടുത്ത് പോരാടുന്ന അവസ്ഥ വരെ എത്തി. അങ്ങനെ ഒരുപാട് ഇന്ത്യക്കാർക്ക് അതിൽ ജീവൻ നഷ്ടമായി. സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ നേതാക്കൾ പലവട്ടം ജയിലിലടയ്ക്കപ്പെട്ടു. അവർക്കൊപ്പം ആയിരക്കണക്കിന് ആളുകൾ അറസ്റ്റ് വരിച്ചു. ഇന്ത്യക്കാരുടെ മേൽ കഠിനമായ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെട്ടു. അപ്പോൾ ഗാന്ധിജി അടക്കം പല പേരും പലവട്ടം ജയിലിൽ അടയ്ക്കപ്പെട്ടു. അവർക്കൊപ്പം ആയിരക്കണക്കിന് ആളുകളും ജയിലിൽ അടയ്ക്കപ്പെട്ടു. ഒടുവിൽ നിരന്തരമായ സമരങ്ങളുടെയും ചർച്ചകളുടെയും ഫലമായി ഇന്ത്യയുടെ ഭരണം ഇന്ത്യക്കാർക്ക് കൈമാറാൻ ബ്രിട്ടീഷുകാർ നിർബന്ധിതരായി. അതായത് ഒരുപാട് സമരങ്ങളും ചർച്ചകളും എല്ലാം നടത്തി അവസാനം ഇന്ത്യയുടെ ഭരണം ഇന്ത്യക്കാർക്ക് തന്നെ കൊടുക്കാൻ ബ്രിട്ടീഷുകാർ നിർബന്ധിതരായി. 1947 ഓഗസ്റ്റ് 15 ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ നിന്ന് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതായി പ്രഖ്യാപിക്കപ്പെട്ടു. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായി ജവഹർലാൽ നെഹ്റു സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. അങ്ങനെ 1947 ഓഗസ്റ്റ് 15 ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യ സ്വതന്ത്രയായി. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഈ അർദ്ധരാത്രിയിൽ ലോകം നിദ്രയിലായിരിക്കുമ്പോൾ ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്കും ജീവിതത്തിലേക്കും ഉണരുകയാണ്, അദ്ദേഹം ആവേശത്തോടെ പ്രസംഗിച്ചു. അപ്പോൾ എപ്പോഴാണ് സ്വാതന്ത്ര്യം ലഭിച്ചത്? അർദ്ധരാത്രിയിലാണ് അല്ലേ? ലോകമെല്ലാം ഉറങ്ങിയിരിക്കുമ്പോൾ ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്കും അതുപോലെ തന്നെ ജീവിതത്തിലേക്കും ഉണരുകയാണ് എന്നാണ് ജവഹർലാൽ നെഹ്റു പ്രസംഗിച്ചത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതുമായി ബന്ധപ്പെട്ട വസ്തുതകൾ വായിച്ചല്ലോ. സ്കൂൾ ലൈബ്രറി ഉപയോഗപ്പെടുത്തി കൂടുതൽ വിവരങ്ങൾ കണ്ടെത്തൂ. താഴെ നൽകിയ പ്രസ്താവനകൾക്കു നേരെ ഉചിതമായ അടയാളം നൽകൂ. അപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ പഠിച്ചു അല്ലേ? അതിൽ ശരിയുള്ളത് ഏത് തെറ്റുള്ളത് ഏത് എന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തേത്, അനേകം ആളുകൾ ജീവൻ നഷ്ടപ്പെടുത്തി നേടിയതാണ് ഇന്ന് നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. ശരിയാണ് അല്ലേ? ഒരുപാട് പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന സമര നേതാക്കളെ നാം ആദരവോടെ ഓർക്കേണ്ടതുണ്ട്. ശരിയാണ്. നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യം നാം സംരക്ഷിക്കുകയും പങ്കുവയ്ക്കുകയും വേണം. നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യം നാം സംരക്ഷിക്കണം അല്ലേ? ശരിയാണത്. ഇന്ത്യക്കാരെന്ന നിലയിൽ നാം അഭിമാനിക്കുകയും രാജ്യസ്നേഹം പുലർത്തുകയും വേണം. അതും ശരിയാണ്. എല്ലാ വർഷവും സ്വാതന്ത്ര്യദിനം നാം സമചിതമായി ആഘോഷിക്കണം. സ്വാതന്ത്ര്യം ലഭിച്ചതുമായി ബന്ധപ്പെട്ട പത്രവാർത്തകളും ചിത്രങ്ങളും ഇൻ്റർനെറ്റിൽ നിന്ന് ശേഖരിച്ച് ടീച്ചറുടെ സഹായത്തോടെ ഒരു ഡിജിറ്റൽ ആൽബം തയ്യാറാക്കും. ഇന്ത്യയുടെ ഭരണഘടന.
പാഠപുസ്തകത്തിൻ്റെ ആദ്യ ഭാഗത്തും അവസാന ഭാഗത്തും ഭരണഘടന എന്ന തലക്കെട്ടിൽ ചില വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. അത് വായിക്കൂ. ഈ ഭരണഘടന തയ്യാറാക്കിയതിൽ പ്രധാന പങ്ക് വഹിച്ചത് ആരാണെന്നറിയാമോ? ഇന്ത്യയുടെ ആദ്യ നിയമമന്ത്രിയായിരുന്ന ഡോക്ടർ ഭീംറാവു റാംജി അംബേദ്കറുടെ നേതൃത്വത്തിൽ സ്വതന്ത്ര ഇന്ത്യയ്ക്കായി പുതിയൊരു നിയമസംഹിത തയ്യാറാക്കപ്പെട്ടു. ഇന്ത്യയുടെ ഭരണഘടന എന്നാണ് ഈ രേഖ അറിയപ്പെടുന്നത്. 1950 ജനുവരി 26-നാണ് ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നത്. അപ്പോൾ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന വേണം അല്ലേ? അപ്പോൾ അതിനാണ് ഡോക്ടർ ഭീംറാവു റാംജി അംബേദ്കറുടെ നേതൃത്വത്തിൽ ഇന്ത്യക്കായി ഒരു നിയമസംഹിത തയ്യാറാക്കിയത്. ഇന്ത്യയുടെ ഭരണഘടന എന്നാണ് ഇതിൻ്റെ പേര്. 1950 ജനുവരി 26-നാണ് ഇത് നിലവിൽ വന്നത്. ഇതാണ് നമ്മൾ ജനുവരി 26-ന് റിപ്പബ്ലിക് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. പൗരരുടെ അവകാശങ്ങൾ, ചുമതലകൾ, സർക്കാരുകൾ, തിരഞ്ഞെടുപ്പ് തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. താഴെ പറയുന്ന ചോദ്യങ്ങൾക്ക് ക്ലാസ് ലൈബ്രറിയുടെ സഹായത്തോടെ ഉത്തരം കണ്ടെത്തൂ. കണ്ടില്ലേ, തന്നിരിക്കുന്നതാണ് അംബേദ്കർ. നമ്മുടെ ഭരണഘടനയിൽ എന്തൊക്കെയുണ്ട്? പൗരരുടെ, അതായത് ഇന്ത്യയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ്? ചുമതലകൾ, അവരെന്തൊക്കെ നിർവഹിക്കണം? സർക്കാരുകൾ, തിരഞ്ഞെടുപ്പ് തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഭരണഘടനയിൽ. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന ദിനം ഏതു പേരിലാണ് നാം ആഘോഷിക്കുന്നത്? ജനുവരി 26-ന് റിപ്പബ്ലിക് ഡേ ആയിട്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ അംബേദ്കർ. അദ്ദേഹത്തിൻ്റെ മുഴുവനായിട്ടുള്ള പേരെന്താണ്? ഡോക്ടർ ഭീംറാവു റാംജി അംബേദ്കർ. ഏറ്റവും വലിയ ലിഖിത എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യമേത്? ഇന്ത്യ. ഇന്നത്തെ ഇന്ത്യ. കുട്ടികൾ ലൈബ്രറിയിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങൾ കൂട്ടുകാരുമായി പങ്കുവച്ചു. മേഘ ടീച്ചറും ചർച്ചയിൽ പങ്കുചേർന്നു. ടീച്ചറെ, അനേകം നാട്ടുരാജ്യങ്ങൾ ഒരുമിച്ച് ചേർത്തല്ലേ ഇന്ത്യ എന്ന രാജ്യം രൂപീകരിച്ചത്? ജൊഹാനാണ് ഇത്തവണ സംശയം ചോദിച്ചത്. അപ്പോൾ ഒരുപാട് നാട്ടുരാജ്യങ്ങൾ ചേർന്ന ഒന്നാണ് ഇന്ത്യ, അങ്ങനെയല്ലേ ഇന്ത്യ രാജ്യം രൂപീകരിച്ചത് എന്നാണ് ജൊഹാൻ ചോദിച്ചത്. അതെ, ഇങ്ങനെ ഒരുമിച്ച് ചേർത്ത പ്രദേശങ്ങളെ ഭരണസൗകര്യത്തിനായി ഭാഷയുടെ അടിസ്ഥാനത്തിൽ പിന്നീട് വേർതിരിച്ചു. ഇപ്രകാരം രൂപം കൊണ്ട പ്രദേശങ്ങൾ സംസ്ഥാനങ്ങൾ എന്നറിയപ്പെടുന്നു. ടീച്ചർ വിശദീകരിച്ചു. അതായത് ഒരുപാട് നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു, അവിടെയൊക്കെ പല ഭാഷയായിരുന്നു സംസാരിച്ചിരുന്നത്. അപ്പോൾ ഈ നാട്ടുരാജ്യങ്ങളെല്ലാം ഒരുമിച്ച് ഇന്ത്യ ഉണ്ടായി. പക്ഷെ ഭരണം നടത്താനുള്ള സൗകര്യത്തിനായി ഓരോ പ്രദേശങ്ങളെയും വേർതിരിച്ചു. ഇങ്ങനെയുള്ള പ്രദേശങ്ങളെയാണ് സംസ്ഥാനങ്ങൾ എന്ന് അറിയപ്പെടുന്നത് എന്ന് ടീച്ചർ വിശദീകരിച്ചു. അപ്പോൾ നമ്മുടെ സംസ്ഥാനം ഏതാണ്? കേരളം അല്ലേ? മലയാളം സംസാരിക്കുന്നവരാണ് കേരളത്തിലുള്ളത്. സംസ്ഥാനങ്ങൾ. ടീച്ചർ കുട്ടികളെ ഇന്ത്യയുടെ ഭൂപടം പരിചയപ്പെടുത്തി. ഇന്ത്യയിൽ ഇപ്പോൾ 28 സംസ്ഥാനങ്ങളാണുള്ളത്. ഓരോ സംസ്ഥാനത്തിൻ്റെയും ഭരണസിരാ കേന്ദ്രത്തെ തലസ്ഥാനം എന്ന് വിളിക്കുന്നു. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളും അവയുടെ തലസ്ഥാനങ്ങളും രേഖപ്പെടുത്തിയ ഭൂപടം നിരീക്ഷിക്കൂ. അപ്പോൾ 28 സംസ്ഥാനങ്ങളാണുള്ളത്. അതുപോലെ തന്നെ ഓരോ സംസ്ഥാനത്തിനും അതിൻ്റെ ഭരണസിരാ കേന്ദ്രത്തെയാണ് തലസ്ഥാനം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഓരോ സംസ്ഥാനവും അതിൻ്റെ ഭരണസിരാ കേന്ദ്രമായ തലസ്ഥാനവും ഏതൊക്കെയാണ് എന്ന് രേഖപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടില്ലേ, ഇതാണ് ഇന്ത്യയുടെ ഭൂപടം എന്ന് പറയുന്നത്. ഇതിൽ എല്ലാ സംസ്ഥാനങ്ങളുടെയും പേരുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാനങ്ങളുടെ പട്ടിക തയ്യാറാക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നു. കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, ഗോവ, തെലങ്കാന, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഗുജറാത്ത്, രാജസ്ഥാൻ, ഹരിയാന, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ഒറീസ, പശ്ചിമ ബംഗാൾ, സിക്കിം, അരുണാചൽ പ്രദേശ്, ആസാം, നാഗാലാൻഡ്, മേഘാലയ, ത്രിപുര, മണിപ്പൂർ, മിസോറാം. സംസ്ഥാനങ്ങളും അവയുടെ തലസ്ഥാനവും ഉൾപ്പെടുത്തി പട്ടിക തയ്യാറാക്കി എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതൂ. ആന്ധ്രാപ്രദേശ് തലസ്ഥാനം അമരാവതി. അരുണാചൽ പ്രദേശ്
ഇറ്റാനഗർ. അസം ദിസ്പൂർ. ബീഹാർ പട്ന. ഛത്തീസ്ഗഡ് റായ്പൂർ. ഗോവ പനാജി. ഗുജറാത്ത് ഗാന്ധിനഗർ. ഹരിയാന ചണ്ഡീഗഡ്. ജാർഖണ്ഡ് റാഞ്ചി. കർണാടക ബാംഗ്ലൂരു. കേരളം തിരുവനന്തപുരം. മധ്യപ്രദേശ് ഭോപ്പാൽ. മഹാരാഷ്ട്ര മുംബൈ. ഒഡീഷ ഭുവനേശ്വർ. പഞ്ചാബ് ചണ്ഡീഗഡ്. രാജസ്ഥാൻ ജയ്പൂർ. സിക്കിം ഗാംഗ്ടോക്ക്. തമിഴ്നാട് ചെന്നൈ. തെലങ്കാന ഹൈദരാബാദ്. ത്രിപുര അഗർത്തല. ഉത്തർപ്രദേശ് ലക്നൗ. ഉത്തരാഖണ്ഡ് ഡെറാഡൂൺ. പശ്ചിമ ബംഗാൾ കൊൽക്കത്ത. ഇതൊക്കെയാണ് സംസ്ഥാനങ്ങളും അവയുടെ തലസ്ഥാനങ്ങളും. കേന്ദ്രഭരണ പ്രദേശങ്ങൾ. ഇന്ത്യയിൽ സംസ്ഥാന പദവിയില്ലാത്ത ചില പ്രദേശങ്ങളുണ്ട് കേട്ടോ. ഇവ കേന്ദ്ര സർക്കാരിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ്. ഇത്തരം പ്രദേശങ്ങളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മേഘ ടീച്ചർ കുട്ടികളോട് ചോദിച്ചു. അതായത് സംസ്ഥാന പദവിയില്ലാത്ത ചില പ്രദേശങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിലാണ്. ഇങ്ങനെയുള്ള പ്രദേശങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത്. ഞാൻ കേട്ടിട്ടുണ്ട്. ഇവയല്ലേ കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്നറിയപ്പെടുന്നത്? മിഖ ചാടി എഴുന്നേറ്റ് പറഞ്ഞു. അപ്പോൾ മിഖ പറയാണ്, ഞാൻ കേട്ടിട്ടുണ്ട്, ഇവയല്ലേ കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്നറിയപ്പെടുന്നത്. അതെ, ഇപ്പോൾ 8 കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ഇന്ത്യയിലുള്ളത്. ടീച്ചർ കൂട്ടിച്ചേർത്തു. ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഏതൊക്കെയെന്ന് നിങ്ങൾ ഭൂപടത്തിൽ നിന്ന് കണ്ടെത്തി എഴുതൂ. അപ്പോൾ ഏതൊക്കെയാണ് കേന്ദ്രഭരണ പ്രദേശങ്ങൾ? ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ചണ്ഡീഗഡ്, ദാദ്ര നഗർ ഹവേലി, ദാമൻ ദിയു, ഡൽഹി, ജമ്മു കാശ്മീർ, ലഡാക്ക്, ലക്ഷദ്വീപ്, പുതുച്ചേരി എന്നിവയാണ് 8 കേന്ദ്രഭരണ പ്രദേശങ്ങൾ. ഇന്ത്യയുടെ ഭൂപടം നിരീക്ഷിച്ച് താഴെ നൽകിയിരിക്കുന്നവയ്ക്ക് ഉത്തരം കണ്ടെത്തൂ. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ എന്ന് പറയുന്നത് നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മ്യാൻമാർ, അഫ്ഗാനിസ്ഥാൻ, ശ്രീലങ്ക, ചൈന. അറബിക്കടലിൻ്റെ തീരത്തുള്ള സംസ്ഥാനങ്ങൾ ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം. ബംഗാൾ ഉൾക്കടലിൻ്റെ തീരത്തുള്ള സംസ്ഥാനങ്ങൾ തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പശ്ചിമ ബംഗാൾ. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഗോവ. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. താഴെ നൽകിയിരിക്കുന്ന പദപ്രശ്നം പൂർത്തിയാക്കൂ. കണ്ടില്ലേ? വലത്തോട്ടാണ് എഴുതേണ്ടത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൻ്റെ അയൽ സംസ്ഥാനം ബാംഗ്ലൂരുവാണ് തലസ്ഥാനം. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് കർണാടക. അറബിക്കടലിൻ്റെ തീരത്താണ് സ്ഥാനം. ഗുജറാത്തുമായി അതിർത്തി പങ്കിടുന്നു. മഹാരാഷ്ട്ര. അയൽ രാജ്യമായ മ്യാൻമറുമായി അതിർത്തിയുണ്ട്. ത്രിപുരയോട് ചേർന്നാണ് സ്ഥാനം. മിസോറാം. കൊഹിമ ഈ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമാണ്. നാഗാലാൻഡ്. ബംഗ്ലാദേശുമായി അതിർത്തിയുണ്ട്. ആസാമിൻ്റെ അയൽ സംസ്ഥാനം. മേഘാലയ. രാജസ്ഥാൻ, പഞ്ചാബ്, ഉത്തർപ്രദേശ് എന്നിവയുമായി അതിർത്തി പങ്കിടുന്നു. രാജ്യ തലസ്ഥാനമായ ഡൽഹിയോട് ചേർന്നാണ്. ഹരിയാന. ഇനി താഴോട്ട് എഴുതേണ്ടതാണ്. വലുപ്പത്തിൽ രണ്ടാമതുള്ള ഈ സംസ്ഥാനം ഇന്ത്യയുടെ മധ്യഭാഗത്താണ്. മധ്യപ്രദേശ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാൻ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൻ്റെ അയൽ സംസ്ഥാനമാണ്. ചെന്നൈയാണ് തലസ്ഥാനം. ഏതാണ്? തമിഴ്നാട്. 9, ഈ സംസ്ഥാനത്താണ് ഹൈദരാബാദ് സ്ഥിതി ചെയ്യുന്നത്. തെലങ്കാന. മുകളിലേക്ക്. 10ാമത്തെയാണ് ക്വസ്റ്റ്യൻ, നേപ്പാളുമായി അതിർത്തി പങ്കിടുന്നു. പാട്നയാണ് തലസ്ഥാനം. ബീഹാർ. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്നതാണ് ഓരോന്നിൻ്റെയും ഉത്തരങ്ങൾ. പദപ്രശ്നം പൂർത്തിയാക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും വരുന്നത്. കൂടുതൽ ചോദ്യങ്ങൾ കണ്ടെത്തി ക്ലാസ്സിൽ ഒരു ചോദ്യോത്തര പയറ്റ് സംഘടിപ്പിക്കൂ. ഒരു പകർപ്പ് കടലാസ് ഉപയോഗിച്ച് ഇന്ത്യയുടെ ഭൂപടം വരച്ച് സംസ്ഥാനങ്ങൾ അടയാളപ്പെടുത്തൂ. അവ കട്ടിയുള്ള കടലാസിൽ ഒട്ടിച്ച ശേഷം സംസ്ഥാനങ്ങൾ വെട്ടിയെടുത്ത് ജിഗ്സോ കളിക്കൂ. വൈവിധ്യങ്ങളുടെ ഇന്ത്യ.
ഇന്ത്യയിലെ വിവിധ പ്രദേശത്തുള്ളവർ ഒരേ ഭാഷയാണോ സംസാരിക്കുന്നത്? അല്ല, അല്ലേ? എല്ലാ ഇന്ത്യക്കാരും ഒരേ വിധത്തിലുള്ള വസ്ത്രമാണോ ധരിക്കുന്നത്? അതും അല്ല. ഉത്സവങ്ങളും ആഘോഷങ്ങളും ഇന്ത്യയിൽ എല്ലായിടത്തും ഒരേപോലെയാണോ? നിങ്ങളുടെ അഭിപ്രായം പങ്കുവയ്ക്കൂ. ഇതൊന്നും ഒരുപോലെ അല്ല, അല്ലേ? ഒരേ ഭാഷയല്ല സംസാരിക്കുന്നത്, ഒരേ തരത്തിലുള്ള വസ്ത്രമല്ല ധരിക്കുന്നത്, അതുപോലെ ഉത്സവങ്ങളും ആഘോഷങ്ങളും എല്ലാം വ്യത്യസ്തമാണ്. ഒരു രാജ്യം പല ഭാഷ. കേരളീയരുടെ മാതൃഭാഷ മലയാളമാണല്ലോ. നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ ഭാഷ ഏതാണ്? കർണാടകയിലേതോ? അപ്പോൾ കുട്ടികൾ പറയാണ്, ഇന്ത്യ എൻ്റെ രാജ്യമാണ്. അതേത് ഭാഷയാണ്? മലയാളമാണ്, അല്ലേ? ഇനി തമിഴിൽ എന്താണ് പറയുന്നത്? ഇന്ത്യ എനതു നാട്. കന്നഡയിൽ എന്താണ് പറയുന്നത്? ഭാരതാവു നന്ന ദേശ്. ഇനി തെലുഗു പറയുന്നതോ? ഇന്ത്യ നാ ദേശമോ. അങ്ങനെ പല സംസ്ഥാനക്കാരും പല ഭാഷകളാണ് സംസാരിക്കുന്നത്. മറ്റേതെല്ലാം ഭാഷകളാണ് ഇന്ത്യയിലുള്ളത്? കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കൂ. സംസ്ഥാനം, അവിടുത്തെ ഭാഷ. ആന്ധ്രാപ്രദേശിൽ തെലുഗു ആണ്. തെലങ്കാനയിലും അതുപോലെ തന്നെ മഹാരാഷ്ട്ര, ഒഡീഷ ഇവിടെയൊക്കെ സംസാരിക്കുന്ന ഭാഷ ഏതാണ്? തെലങ്കാന തെലുഗു, മഹാരാഷ്ട്ര മറാഠി, ഒഡീഷ ഒഡിയ, ബീഹാർ ഹിന്ദി. ഇന്ത്യൻ കറൻസിയിൽ എത്ര ഭാഷകളിലാണ് മൂല്യം രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഏതൊക്കെയാണവ? അന്വേഷിച്ചു കണ്ടെത്തി എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതൂ. അപ്പോൾ നമ്മുടെ കറൻസി നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. അതിലേതൊക്കെ ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്? ഹിന്ദി, ഇംഗ്ലീഷ്, അസമീസ്, ബംഗാളി, ഗുജറാത്തി, കന്നഡ, കാശ്മീരി, മലയാളം, മറാഠി, നേപ്പാളി, ഒറിയ, പഞ്ചാബി, കൊങ്കണി, സംസ്കൃതം, തമിഴ്, തെലുങ്ക്, ഉറുദു എന്നീ 17 ഭാഷകളിലുണ്ട്. ഒരു ദേശം പല വേഷം. ചിത്രം നിരീക്ഷിക്കൂ. കണ്ടോ, ഒരുപാട് ആളുകൾ പലതരത്തിലുള്ള വസ്ത്രങ്ങളാണ് ധരിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ ജനങ്ങൾ വസ്ത്രധാരണത്തിൽ എത്രമാത്രം വ്യത്യസ്തരാണെന്ന് കണ്ടല്ലോ. ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിലെ വസ്ത്ര മാതൃകകളുടെ ഒരു ഡിജിറ്റൽ പ്രദർശനം ക്ലാസ്സിൽ സംഘടിപ്പിക്കൂ. അപ്പോൾ വിവിധ പ്രദേശങ്ങളുടെ വസ്ത്രങ്ങളെക്കുറിച്ചുള്ള ഒരു ഡിജിറ്റൽ പ്രദർശനം സംഘടിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മുടെ രാജ്യത്തെ ചില ആഘോഷങ്ങൾ പരിചയപ്പെടൂ. ചിത്രത്തിലെ ഏതെല്ലാം ആഘോഷങ്ങളാണ് നിങ്ങൾക്ക് പരിചയമുള്ളത്? കണ്ടില്ലേ, ചിത്രത്തിൽ ഒരുപാട് ആഘോഷങ്ങൾ തന്നിരിക്കുന്നു. അതിൽ നിങ്ങൾക്ക് പരിചയമുള്ളത് ഏതാണ്? ഓണം, അതുപോലെ തന്നെ ഈദ്, ക്രിസ്മസ്, ഇതൊക്കെ നമുക്ക് പരിചയമാണ്, അല്ലേ? ഇന്ത്യയിലെ പ്രധാന ആഘോഷങ്ങൾ ഏതൊക്കെയാണ്? ദീപാവലി, ഈദുൽ ഫിത്തർ, ക്രിസ്മസ്, ഓണം, ഹോളി, ഇങ്ങനെ ഒരുപാട് ആഘോഷങ്ങളുണ്ട്. കൂടുതൽ ആഘോഷങ്ങളുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തി ഒരു ഡിജിറ്റൽ ആൽബം നിർമ്മിക്കൂ. കലകൾ പലവിധം. കണ്ടില്ലേ, കുച്ചിപ്പുടി, കഥക്, മോഹിനിയാട്ടം, മണിപ്പൂരി, ഭരതനാട്യം. ഇന്ത്യയിൽ എല്ലായിടത്തും ഒരേ കലാരൂപങ്ങളാണോ പ്രചാരത്തിലുള്ളത്? ചിത്രം നിരീക്ഷിക്കൂ. അല്ല, അല്ലേ? ഇതിലേതെല്ലാം നൃത്തരൂപങ്ങൾക്ക് നിങ്ങൾക്ക് പരിചയമുണ്ട്? നമുക്ക് ഭരതനാട്യം, മോഹിനിയാട്ടം ഒക്കെ പരിചയമുണ്ട്, അല്ലേ? മറ്റുള്ളവ ഏതെല്ലാം സംസ്ഥാനങ്ങളിൽ പ്രചാരത്തിലുള്ളവയാണ്? കണ്ടെത്തി പട്ടിക പൂർത്തീകരിക്കൂ. കലാരൂപം മോഹിനിയാട്ടം കേരളമാണ് സംസ്ഥാനം, അല്ലേ? ഇനി ഭരതനാട്യം, കുച്ചിപ്പുടി, കഥക്, മണിപ്പൂരി ഇതൊക്കെ ഏത് സംസ്ഥാനത്തിൻ്റെയാണ് എന്ന് എഴുതണം. ഭരതനാട്യം തമിഴ്നാട്, കുച്ചിപ്പുടി ആന്ധ്രാപ്രദേശ്, കഥക് ഉത്തർപ്രദേശ്, മണിപ്പൂരി മണിപ്പൂർ. ഭാഷയിലും വേഷത്തിലും ഉത്സവാഘോഷങ്ങളിലും കലാരൂപങ്ങളിലും ഇന്ത്യൻ ജനത എത്രമാത്രം വൈവിധ്യം പുലർത്തുന്നുവെന്ന് മനസ്സിലാക്കിയല്ലോ. ഇത്തരത്തിൽ വൈവിധ്യങ്ങൾ നിലനിൽക്കുമ്പോഴും ഇന്ത്യക്കാരെന്ന നിലയിൽ നമ്മെ ഒരുമിപ്പിക്കുന്ന ചില അടയാളങ്ങൾ പരിചയപ്പെടാം. അപ്പോൾ ഭാഷ വ്യത്യസ്തമാണ്, വേഷം വ്യത്യസ്തമാണ്, ഉത്സവങ്ങളും കലാരൂപങ്ങളും ഒക്കെ വ്യത്യസ്തമാണ്. എന്നാൽ ഇന്ത്യക്കാരെന്ന നിലയിൽ നമ്മെ ഒരുമിപ്പിക്കുന്ന ചില അടയാളങ്ങളുണ്ട്. ഒരുമയുടെ അടയാളങ്ങൾ. ഇന്ത്യയുടെ ദേശീയ പതാകയെക്കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. മറ്റെന്തൊക്കെയാണ് നമ്മുടെ ദേശീയ അടയാളങ്ങൾ? ഇന്ത്യയിൽ എല്ലാവർക്കും ഒരു ദേശീയ പതാകയാണ്, അല്ലേ? 3 നിറത്തിലുള്ള ഒരു ദേശീയ പതാകയാണ് നമുക്കുള്ളത്. അതുപോലെ തന്നെ ദേശീയ ഗാനം,
ദേശീയ ഗീതം, ദേശീയ മുദ്ര, ദേശീയ പുഷ്പം, ദേശീയ മൃഗം, ദേശീയ പക്ഷി, ഇതൊക്കെ നമ്മുടെ ദേശീയ അടയാളങ്ങളാണ്. ദേശീയ ഗാനം. സ്കൂളിൽ നാം ദേശീയ ഗാനം ആലപിക്കാറുണ്ടല്ലോ. രവീന്ദ്രനാഥ ടാഗോർ രചിച്ച ജനഗണമനയാണ് നമ്മുടെ ദേശീയ ഗാനം. അപ്പോൾ ജനഗണമന ആരാണ് രചിച്ചത്? രവീന്ദ്രനാഥ ടാഗോർ. താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ക്ലാസ് ലൈബ്രറിയുടെ സഹായത്തോടെ ഉത്തരം കണ്ടെത്തൂ. ഏതു ഭാഷയിലാണ് ദേശീയ ഗാനം എഴുതപ്പെട്ടിട്ടുള്ളത്? ബംഗാളി ഭാഷയിലാണ്. ദേശീയ ഗാനം ആലപിക്കുമ്പോൾ എങ്ങനെയാണ് നിൽക്കേണ്ടത്? സ്നേഹത്തോടും ആദരവോടും കൂടി വേണം ദേശീയ ഗാനം കേൾക്കാനായിട്ട് നിൽക്കേണ്ടത്. ദേശീയ ഗാനം ആലപിക്കുന്നതിന് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള സമയം എന്ന് പറയുന്നത് 52 സെക്കൻഡാണ്. ദേശീയ മുദ്ര. നമ്മുടെ ദേശീയ മുദ്രയുടെ ചിത്രം നിരീക്ഷിക്കൂ. എവിടെല്ലാമാണ് നിങ്ങൾ ഈ മുദ്ര കണ്ടിട്ടുള്ളത്? അശോക ചക്രവർത്തി ഉത്തർപ്രദേശിലെ സാരാനാഥിൽ സ്ഥാപിച്ച സ്തൂപത്തിൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ളതാണ് ഇന്ത്യയുടെ ദേശീയ മുദ്ര. അപ്പോൾ എവിടെ നിന്നാണ് ഈ ദേശീയ മുദ്ര സ്വീകരിച്ചത്? അശോക ചക്രവർത്തി ഉത്തർപ്രദേശിലെ സാരാനാഥിൽ സ്ഥാപിച്ച സ്തൂപത്തിൽ നിന്ന്. 4 ദിക്കിലേക്കുമായി നോക്കി നിൽക്കുന്ന സിംഹങ്ങളാണ് ഈ മുദ്രയിൽ പ്രധാനമായുള്ളത്. ചുവടെ മധ്യത്തിലായി കാണുന്ന ധർമ്മചക്രമാണ് അശോകചക്രം. അശോകചക്രത്തിൽ 24 ആരക്കാലുകളുണ്ട്. അപ്പോൾ ചുവടെ മധ്യത്തിലായി കാണുന്ന ധർമ്മചക്രമാണ് അശോകചക്രം എന്ന് പറയുന്നത്. അതിൽ 24 ആരക്കാലുകൾ ഉണ്ട്. താഴെ പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തൂ. മുദ്രയുടെ ചുവട്ടിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വാക്യമേത്? അതിൻ്റെ അർത്ഥമെന്ത്? എന്താണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്? സത്യമേവ ജയതേ, സത്യം ജയിക്കട്ടെ. മുദ്രയിൽ കാണുന്ന മറ്റു മൃഗങ്ങൾ ഏതെല്ലാം? ഏതൊക്കെ മൃഗങ്ങളാണ് മുദ്രയിൽ പിന്നീടുള്ളത്? സിംഹങ്ങളുണ്ട് എന്ന് പറഞ്ഞു അല്ലേ? 4 ദിക്കിലേക്കും നോക്കി നിൽക്കുന്ന സിംഹങ്ങളുണ്ട്. അതുകൂടാതെ കാള, ആന, കുതിര, ഇതൊക്കെയാണ് മറ്റ് മൃഗങ്ങൾ. ദേശീയ ഗീതം. ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയ വന്ദേ മാതരമാണ് നമ്മുടെ ദേശീയ ഗീതം. ബംഗാളി ഭാഷയിൽ സംസ്കൃത പദങ്ങളും ചേർത്താണ് ഇത് എഴുതിയിരിക്കുന്നത്. അസംബ്ലിയിൽ കൂട്ടുകാരുമൊത്ത് ദേശീയ ഗീതം ആലപിക്കൂ. മറ്റു ദേശീയ അടയാളങ്ങൾ ഏതൊക്കെയെന്ന് കണ്ടെത്തൂ. അവയുടെ ചിത്രങ്ങളും വിവരങ്ങളും ശേഖരിച്ച് ക്ലാസ്സിലെ പരിസര മൂലയിൽ പ്രദർശിപ്പിക്കൂ. നമ്മുടെ രാജ്യത്തോടുള്ള സ്നേഹവും ആദരവും ദേശീയ അടയാളങ്ങളോടും നാം പ്രകടിപ്പിക്കണം. ദേശീയ അടയാളങ്ങളോട് അനാദരവ് പുലർത്തുന്നത് ശിക്ഷാർഹമാണ്. ഇന്ത്യയുടെ ദേശീയ വൃക്ഷം അരയാൽ, ഇന്ത്യയുടെ ദേശീയ മൃഗം ബംഗാൾ കടുവ, ദേശീയ പക്ഷി മയിൽ, ദേശീയ പുഷ്പം താമര. ഇന്ത്യയുടെ ദേശീയ ജലജീവി ഗംഗാ ഡോൾഫിൻ, ദേശീയ നദി ഗംഗ, ദേശീയ ഭാഷ ഹിന്ദി, ദേശീയ ഫലം മാമ്പഴം, ദേശീയ പൈതൃക മൃഗം ആന, ദേശീയ പച്ചക്കറി മത്തങ്ങ, ഇന്ത്യയുടെ ദേശീയ മത്സ്യം അയല, ദേശീയ നൃത്തം ഭരതനാട്യം, ദേശീയ ഉരകം രാജവെമ്പാല, ദേശീയ മുദ്ര സിംഹമുദ്ര, ദേശീയ മുദ്രാവാക്യം സത്യമേവ ജയതേ, ദേശീയ ഗാനം ജനഗണമന, ദേശീയ ഗീതം വന്ദേ മാതരം, ദേശീയ കലണ്ടർ ശകവർഷ കലണ്ടർ, ദേശീയ വിനോദം ഹോക്കി, ദേശീയ കറൻസി ഇന്ത്യൻ റുപ്പി, ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞയായ ഇന്ത്യ എൻ്റെ രാജ്യമാണ് എന്ന പ്രതിജ്ഞ രചിച്ചത് ആര്? വെങ്കിട്ട സുബ്ബറാവു. ഇന്ത്യയുടെ ദേശീയ ചിഹ്നത്തിൽ എത്ര സിംഹങ്ങൾ ഉണ്ട്? 4. ഇന്ത്യയുടെ ദേശീയ പക്ഷിയായി മയിലിനെ അംഗീകരിച്ച വർഷം 1964. ദേശീയ മൃഗമായി ബംഗാൾ കടുവയെ അംഗീകരിച്ച വർഷം 1972. ഇന്ത്യയുടെ ദേശീയ ഗാനമായി ജനഗണമന അംഗീകരിച്ച വർഷം 1950 ജനുവരി 24. ഇന്ത്യയുടെ ദേശീയ ഗീതമായി വന്ദേമാതരം അംഗീകരിച്ച വർഷം 1950 ജനുവരി 24. ഭാരത സർക്കാർ രൂപയ്ക്ക് ചിഹ്നം അവതരിപ്പിച്ച വർഷം 2010 ജൂലൈ 15. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ആലപിക്കാൻ എത്ര സെക്കൻഡുകൾ വേണം? 52 സെക്കൻഡ്. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി.
ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് നോവലിലാണ് വന്ദേ മാതരം ഉൾപ്പെട്ടിട്ടുള്ളത്? ആനന്ദ മഠം. ഇന്ത്യയുടെ ദേശീയ മുദ്രാവാക്യമായ സത്യമേവ ജയതേ എന്നത് ഏത് ഉപനിഷത്തിൽ നിന്നാണ് കടമെടുത്തത്? മുണ്ടകോപനിഷത്ത്. ഇന്ത്യയുടെ ദേശീയ കലണ്ടറായ ശകവർഷ കലണ്ടറിന് അംഗീകാരം ലഭിച്ച വർഷം 1957 മാർച്ച് 22. ഇന്ത്യ നമ്മുടെ അഭിമാനം. ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ നിന്ന് ഇന്നത്തെ ഇന്ത്യയിലേക്ക് നാം സഞ്ചരിച്ചെത്തിയ വഴികൾ മനസ്സിലാക്കിയല്ലോ. അനേകായിരങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുത്തി നേടിയ സ്വാതന്ത്ര്യം. പല നാടുകളിലായി ഭാഷയിലും വേഷത്തിലും ജീവിത രീതികളിലുമെല്ലാം വ്യത്യസ്തരായ ഇന്ത്യക്കാർ. ഈ വൈവിധ്യങ്ങൾക്കിടയിലും ഇന്ത്യക്കാർ എന്ന നിലയിൽ നാം ഒന്നായിരിക്കുന്നു. ഈ ഐക്യബോധമാണ് നാനാത്വത്തിൽ ഏകത്വം, അല്ലെങ്കിൽ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. ഇന്ത്യ നമ്മുടെ അഭിമാനം. ഒരേ സ്വരത്തിൽ നമുക്ക് ഒരുമിച്ച് പറയാം: ഇന്ത്യ എൻ്റെ രാജ്യം, എൻ്റെ സ്വന്തം രാജ്യം. ഇന്ത്യ എൻ്റെ ജീവനേക്കാൾ ജീവനായ രാജ്യം. ചേരുംപടി ചേർക്കുക. ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനം എന്നാണ് 1947 ഓഗസ്റ്റ് 15. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന ദിനം ഏതാണ്? 1950 ജനുവരി 26. ഇനി ക്വിറ്റ് ഇന്ത്യ ദിനം എന്നാണ്? 1942 ഓഗസ്റ്റ് 8. ഗാന്ധിജിയുടെ ചരമദിനം എന്ന് പറയുന്നത് 1948 ജനുവരി 30. ഇന്ത്യയുടെ ഭരണഘടനാ ദിനം എന്നാണ്? 1949 നവംബർ 26. ശരിയോ തെറ്റോ എന്ന് അടയാളപ്പെടുത്തുക. ഗോവ കേരളവുമായി അതിർത്തി പങ്കിടുന്നു. തെറ്റാണ് അല്ലേ? അറബിക്കടലിനും ബംഗാൾ ഉൾക്കടലിനും ഇന്ത്യയിൽ തീരമുണ്ട്. ശരിയാണ്. ഇന്ത്യയിൽ കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഹിന്ദിയാണ്. ശരിയാണ്. ഇന്ത്യക്ക് 5 അയൽരാജ്യങ്ങളാണ് ഉള്ളത്. തെറ്റാണ്. തുടർ പ്രവർത്തനങ്ങൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും വാർത്തകളും വിവരങ്ങളും ഉൾപ്പെടുത്തി വിദ്യാലയത്തിൽ ഒരു പ്രദർശനം സംഘടിപ്പിക്കുക. അതുപോലെ തന്നെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തി ഒരു ഡിജിറ്റൽ ആൽബം തയ്യാറാക്കുക. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ എല്ലാവരും ക്ലാസ് നന്നായി വായിച്ച് മനസ്സിലാക്കി പഠിക്കണം. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്നും പഠിക്കാനുണ്ട്. അപ്പോൾ മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.